ഞാനും തേജസ്വിനും കൂടി പതിവ് പോലെ നഗരപ്രദേശത്തു കൂടി നടന്നു തുടങ്ങി. ചുറ്റിനും വലിയ കെട്ടിട സമുച്ചയങ്ങൾ കാണാം. ഇതിൽ കൂടുതലും തേജസ്മോൻ്റെ ഫ്രണ്ട്സാണ് താമസിക്കുന്നത്. അണ്ണാൻകുഞ്ഞ്, കാക്ക, കരിയിലക്കിളി, മരംകൊത്തി, പ്രാവ്, കൊക്ക് എന്നിവരാണ് തേജസ്മോൻ്റെ ഇവിടെ താമസിക്കുന്ന കൂട്ടുകാർ. ഞങ്ങൾ നാട് ചുറ്റിക്കാണാനിറങ്ങിയപ്പോഴേക്കും അവർ നാട് ചുറ്റിക്കാണാൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ സങ്കടമായി. അവരെ ഇനി എപ്പോഴാണ് കാണാൻ കഴിയുക? ഞങ്ങൾ സാവധാനം നടന്നു നീങ്ങി. അപ്പോൾ തേജസ്മോൻ ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. ഇനിയും വന്നെത്തുമോ എന്ന് അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. ഇത് തേജസ്മോൻ്റെ കോക്കാംബീച്ചി ഭാഷയാണ്. തേജസ്മോൻ സാധാരണ സംസാരിക്കുന്നത് കോക്കാംബീച്ചി ഭാഷയിലാണ്. ഞാൻ ആ ഭാഷയിൽ സംസാരിക്കാൻ തേജസ്മോനെ നിർബന്ധിപ്പിച്ചുകൊണ്ടിരുന്നു. കോക്കാംബീച്ചി ഭാഷയിൽ അപ്പച്ചിയപ്പ എന്ന് പറയുന്നത് അപ്പൻ അഥവാ അച്ഛൻ എന്നാണ്. മോൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ, പ്രേക്ഷകരോട് മോൻ എന്തോ പറയാനുള്ള ഒന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യണം അല്ലയോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണോ? ലൈക്ക് ചെയ്യണം. പിന്നെന്തോ കമൻറ്റ് ചെയ്യണോ? കമൻറ്റ് ചെയ്യണ്ടേ മോനെ? കമൻറ്റ് ചെയ്യണോ? നമ്മൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങി വരുന്ന വഴിയിൽ തേജസ്മോൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ബ്രോ എന്നാൽ കോക്കാംബീച്ചി ഭാഷയിൽ എനിക്ക് വാഹനത്തിൽ സഞ്ചരിക്കണം എന്നാണ് അർത്ഥം. ഉടൻ തന്നെ തേജസ്മോൻ്റെ സ്വന്തം വാഹനത്തിൽ ഞങ്ങൾ തേജസ്മോനെ ഇരുത്തി. ഒരു പ്രത്യേകതരം വാഹനമാണിത്. 6 വീലുകളാണ് ഈ വാഹനത്തിനുള്ളത്. പ്രത്യേകിച്ച് ഇന്ധനങ്ങളൊന്നും വേണ്ടാത്ത ഈ വാഹനം വളരെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പെട്രോൾ അടിച്ച് ഊപ്പാട് വരേണ്ടതിനാൽ ഇതിൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. ഈ വണ്ടിയുടെ 2 വശങ്ങളിലുമായി 2 ഇൻഡിക്കേറ്ററുകൾ ഉണ്ട്. സൈഡിലേക്ക് തിരിയാൻ നേരം ആ ഇൻഡിക്കേറ്ററിലൊന്നിൽ തേജസ്മോൻ വിരലമർത്തി. റിവേഴ്സ് ഗിയറിൽ പോകുമ്പോഴും തേജസ്മോൻ ഇൻഡിക്കേറ്റർ ഞെക്കിക്കൊണ്ടിരുന്നു. പോകുന്നതിനിടയിൽ അവിടെ നിന്ന ട്രാഫിക് ഉദ്യോഗസ്ഥനോട് എന്തോ കുശലം പറയുകയായിരുന്നു തേജസ്മോൻ. പിന്നീട് വാഹനം നിർത്തി അവിടെ നിന്നപ്പോഴാണ് പുറത്തേക്കിറങ്ങണം എന്ന ആഗ്രഹം തേജസ്മോൻ പറഞ്ഞത്. മോനെ ഒന്ന് എഴുന്നേക്കണോ? എഴുന്നേക്കുവാന്നോ? എഴുന്നേറ്റോ. പിന്നീട് തേജസ്മോൻ അഭിനയിക്കുന്ന നാടകത്തിൽ ഗദയെടുത്തെറിയുന്നതിൻ്റെ പരിശീലനം തുടങ്ങി. ഇതോടെ ഇന്നത്തെ സഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. ശുഭദിനം.